ഹായ് നമസ്കാരം. എൻ്റെ പേര് മണികണ്ഠൻ. പൊന്നാനിയിലാണ്. പൊന്നാനിയിലെ എൻ്റെ ഷോപ്പിൻ്റെ പേര് സ്പെൻസർ ഫാഷൻ ഹബ്ബ്. വിജയമാതാ കോൺവെൻറ്റിൻ്റെ ഓപ്പോസിറ്റാണ് ഷോപ്പ്. നമ്മുടെ ഷോപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കസ്റ്റമൈസ്ഡ് സ്റ്റിച്ചിങ് ആണ്. അത് ഷർട്ട് ആയിക്കോട്ടെ, പാൻ്റ് ആയിക്കോട്ടെ, അതുപോലെ ബ്ലൗസ് ആയിക്കോട്ടെ, ചുരിദാർ ആയിക്കോട്ടെ, ലെഹങ്ക ആയിക്കോട്ടെ, എല്ലാ സാധനവും നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന സ്ഥലമാണ്. അത് മാത്രമല്ല അവിടെ ഷൂട്ടിങ്ങിനും ഷേട്ടിങ്ങിനൊക്കെ ബ്രാൻഡഡ് ആയിട്ടുള്ള തുണികളാണ് ഉള്ളത്. നമുക്ക് ഇഷ്ടപ്പെട്ട നല്ല കോട്ടൻ്റെ ഗിസ കോട്ടൺ, ഈജിപ്ഷ്യൻ കോട്ടൺ, അതുപോലെ ബ്രാൻഡഡ് കമ്പനി ഡയമണ്ട്സ്, ജാംസ്റ്റേഡ്, സിറാംസ്, കാഡിനി, അങ്ങനെ എല്ലാ തരം കമ്പനികളുടെയും നല്ല നല്ല അടിപൊളി കളക്ഷൻ നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് നോക്കിയെടുക്കാൻ പറ്റുന്ന സാധനങ്ങളുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിപ്പോൾ റെഡിമെയ്ഡൊക്കെ കിട്ടുമ്പോൾ നമ്മുടെ തുണികൾ നമുക്ക് അപ്പോൾ ക്വാളിറ്റി ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടാന്ന് തരും, ഒരു അളവ് കറക്റ്റായി ഇടാതെ തരും. അപ്പോൾ ഒന്നുകിൽ കൈ തന്നെ നമുക്ക് ചിലപ്പോൾ കാണില്ല, ചിലപ്പോൾ ലൂസ് അധികമായിരിക്കും, ചിലപ്പോൾ നീളം കൂടുതലായിരിക്കും. അപ്പോൾ അതിനൊക്കെ നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റ് എടുത്ത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ കസ്റ്റമൈസ്ഡായി ചെയ്യുന്ന സ്ഥലമാണ് നമ്മുടെ സ്പെൻസർ ഫാഷൻ ഹബ്ബ്. അതുകൂടാതെ അതിനനുസരിച്ചുള്ള സെലക്ഷൻ, നല്ല സെലക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡി സാധനങ്ങൾ, അതുപോലെ സ്ട്രെച്ചബിൾ തുണികളുണ്ട്, അതുപോലെ തന്നെ നല്ല നൈസായിട്ടുള്ള നല്ല നല്ല കോട്ടൺ 90s 150s ഒക്കെ ഉള്ള കോട്ടൻ്റെ നല്ല നല്ല കമ്പനി നല്ല സാധനങ്ങളുണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെ വേണമെങ്കിലും നോക്കി സെലക്ട് ചെയ്തെടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. അപ്പോൾ നമ്മുടെ ഷോപ്പ് പൊന്നാനിയിലാണ്, വിജയമാതാ കോൺവെൻറ്റ് ഓപ്പോസിറ്റാണ്. നമ്മുടെ ഫോൺ നമ്പർ 8086560351. അപ്പോൾ നിങ്ങൾക്ക് നല്ല നല്ല തുണികളും നല്ല ഫിറ്റിങ്ങിലും സ്റ്റിച്ച് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മുടെ ഷോപ്പ് സന്ദർശിക്കൂ. ഒരു പ്രാവശ്യം വന്ന് നോക്കുക, അതിനുശേഷം നമ്മുടെ സ്റ്റിച്ചിങ് നോക്കുക, നന്നായി സെലക്ഷൻ ചെയ്യുക. അതുകൂടാതെ ഇനി അടുത്ത വീഡിയോയിൽ നമുക്കിത് ഈ ഡ്രസ്സുകൾ എങ്ങനെ ഉപയോഗിക്കുക, എങ്ങനെയാണ് വാഷ് ചെയ്യുക, എങ്ങനെയാണ് അയൺ ചെയ്യുക, അതിനെപ്പറ്റിയുള്ള മറ്റുള്ള വീഡിയോസ് നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്ക് ഇടാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ചുള്ള നമുക്ക് കസ്റ്റമർക്ക് നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഓരോ സംഭവങ്ങൾ ചെയ്യാന്നുള്ളതിനെ പറ്റിയിട്ട് എല്ലാവർക്കും എല്ലാതിനെപ്പറ്റിയും ധാരണ ഉണ്ടാവില്ല. അപ്പോൾ അതൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ദിവസം ഓരോരോ ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് ഇടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ പറ്റുകയാണെങ്കിൽ എല്ലാ ആഴ്ചയിലും വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. ഓക്കെ.